മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ അടുത്തേക്ക് ചെന്നു. വിളിച്ചു ചെന്നു. വിളിക്കുമ്പോൾ ചെല്ലണം. അപ്പോഴാണ് നമ്മൾ അപ്പസ്തോലന്മാരായിട്ട് മാറുന്നത്. അപ്പോൾ എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ അവർക്ക് തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ഇത് 12 അപ്പസ്തോലന്മാരാണ്. ഈ അപ്പസ്തോലന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അധികാരത്തോടെ അയക്കുന്ന ആളുകളാണ്, അധികാരം കൊടുത്ത് അയക്കുന്ന ആളുകളാണ്. അപ്പോൾ വിളിച്ചു. എന്തിനാ വിളിച്ചേ? തന്നോടുകൂടെ ആയിരിക്കാനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും. 1 കൂടെ ആയിരിക്കാൻ, 2 പറഞ്ഞു വിടാൻ. രണ്ടും 2 വിപരീതമായ കാര്യങ്ങളല്ലേ? 1 കൂടെ എപ്പോഴും ഇരിക്കാൻ. കൂടിരിക്കാൻ ആഗ്രഹിച്ചാൽ ആരെങ്കിലും പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുമോ? അപ്പോൾ മക്കൾ നിൻ്റെ കൂടെ വേണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. മക്കൾ നിൻ്റെ കൂടെ വേണമെന്നാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ മക്കളെ നീ നിൻ്റെ കൂടെ തന്നെ നിർത്തത്തില്ലേ? നീ ഇങ്ങനെ പറയാണ്, മക്കളെ നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, അതുകൊണ്ട് നിങ്ങൾ ബോഡിക്ക് പോയി താമസിച്ച് പഠിച്ചോ എന്ന് പറയുമോ? അറിയില്ല. രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. 2 ഒത്തുപോകുന്ന, ഒരു സമയത്ത് ഒത്തുപോകുന്ന കാര്യമില്ല. പക്ഷെ കർത്താവ് ഈ 2 കാര്യങ്ങളെ ഒരുമിച്ചാണ് നമ്മൾ ഇന്ന് ആവശ്യപ്പെടുന്നത്. അതായത് ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നറിയാം, എപ്പോഴും നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും, എന്നാൽ നമ്മൾ എപ്പോഴും കർത്താവിന് വേണ്ടി പോയി പ്രവർത്തിക്കുകയും ചെയ്യും. ഇത് 2 ഒരുമിച്ച് നടക്കുന്ന കാര്യമാണ്. കുറച്ച് നാൾ കർത്താവിൻ്റെ കൂടെ ഇരുന്നു, പിന്നെ കുറച്ച് നാളായി പ്രവർത്തിച്ച്, അങ്ങനല്ല. ഇത് 2 ഒരുപോലെ നടക്കുന്ന കാര്യമാണ്. ഒന്ന് നമ്മളെപ്പോഴും അകത്ത് അവനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. 2 നമ്മളെപ്പോഴും അവൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് യഥാർത്ഥ ശിഷ്യൻ. അപ്പോൾ എവിടെങ്കിലും വെച്ച് ഈ കണക്ഷൻ മുറിഞ്ഞാൽ നമ്മൾ ശിഷ്യനല്ലാതായിട്ട് മാറും. കുറച്ച് നേരം പള്ളി ഇരിക്കുന്ന സമയത്തൊക്കെ ശിഷ്യൻ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ശിഷ്യനല്ല. അങ്ങനല്ല. ഞായറാഴ്ച മാത്രം ശിഷ്യൻ, മൺഡേ ടു സാറ്റർഡേ ശിഷ്യനല്ല. അങ്ങനല്ല. യഥാർത്ഥ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ നമ്മളെപ്പോഴും കണക്റ്റഡാണ്. ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, എവിടെല്ലാം പോവും, പക്ഷേ ഈ കണക്ഷൻ അങ്ങനെ കിടക്കും. അതായത് നമ്മുടെ മൊബൈൽ ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ, കണക്റ്റഡാണത്, നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നൊന്നുമില്ല, പക്ഷെ കണക്റ്റഡായിട്ട് കിടക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഇൻ്റർനെറ്റിൽ നിന്ന് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റിന് ഒന്നേന്ന് കണക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യേണ്ട, കണക്റ്റഡാണ്, ഡൗൺലോഡ് ചെയ്താൽ മതി. കണക്റ്റഡാണ്. ഒരു അപ്ഡേറ്റ് വരുന്നെങ്കിൽ അത് തന്നെ ഓട്ടോമാറ്റിക്കലി വന്നോളും. നമ്മൾ അപ്ഡേറ്റ് ഉണ്ടോ എന്ന് തിരക്കി പോകണ്ട, കാരണം കണക്റ്റഡാണ്. അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നെറ്റ്വർക്കായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ മെസ്സേജ് വരും, കോള് വരും, കണക്റ്റഡ് ആയതുകൊണ്ടാണ്.